ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി, അങ്കുനെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 11 മണിക്ക് മുന്നേ റൂം ചെക്കൗട്ട് ചെയ്യണം. ഞങ്ങളിപ്പം കോയമ്പത്തൂരാണുള്ളത്. കോയമ്പത്തൂരിൽ നിന്ന് ഇനി നേരെ ഊട്ടിയിലേക്കാണ് പോകുന്നത്. ചെക്കൗട്ടായി. നേരെ ഇനി കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ നോക്കണം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്കു സെക്യൂരിറ്റിക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞു. ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ നേരെ ചെന്നൈ സിൽസിലോട്ട് പോയി. അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലും ഉണ്ടായിരുന്നു, ആര്യാസ് എന്ന് പറഞ്ഞിട്ട്. സോ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പ്ലാനായി. അങ്ങനെ ഷോപ്പിങ്ങിന് കയറി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. ഇറങ്ങിയപ്പം നല്ല വെയിലായിരുന്നു. അങ്കു അങ്ങനെ അപ്പയുടെ തോളിൽ ചാഞ്ഞ് കിടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ബില്ല് ചെയ്യാൻ വന്നപ്പം സ്വീറ്റ് ബീഡ ഇരിക്കുന്ന കണ്ടു. അത് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് വെറുതെ മേടിച്ചതാണ്. കാറ് കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കാർ എടുക്കാനായിട്ട് പോവുകയാണ്. കാറിൽ കയറിയ ഉടനെ തന്നെ ഞാൻ സ്വീറ്റ് ബീഡ എടുത്ത് കഴിച്ചു നോക്കി. എനിക്കിഷ്ടപ്പെട്ടില്ല, പക്ഷെ ചേട്ടന് ഇഷ്ടമായി. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഊട്ടിയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ മേട്ടുപ്പാളയം എത്തി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും ഊട്ടി എത്താനായിട്ട്. ഇതാണ് ബ്ലാക്ക് തണ്ടർ. ഇതൊരു തീം പാർക്കാണ്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് വാട്ടർ പാർക്കാണ്. ഞങ്ങൾ ഇ പാസ് എടുത്തില്ലായിരുന്നു. ഓൺലൈനായിട്ട് എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ടാണ് ഇ പാസ് എടുത്തത്. ചേട്ടൻ പോയി ഇ പാസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലോട്ട് മല കയറിക്കൊണ്ടിരിക്കുവാണ്. സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് നിറയെ കുരങ്ങന്മാരെ കാണുന്നുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് റോഡ് വീതി കൂട്ടുന്നതിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തി. നമുക്ക് നല്ല ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾ 2 ടീയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കാളാൻ വെച്ചിട്ടുണ്ടാക്കിയ ഒരു സ്നാക്സും മേടിച്ചായിരുന്നു. മഷ്റൂമിനെയാണ് അവിടെ കാളാനെന്ന് പറയുന്നത്. ഇച്ചിരി സ്പൈസി ആയിരുന്നു. ചൂടോടെ ചായയിലൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ടൈം ഒരു 6:30 6:45 അടുപ്പിച്ചാവും. ഇനിയൊരു 3/4 മണിക്കൂറും കൂടെ എടുക്കും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അടുത്തേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഊട്ടി റീച്ചായി. ഇനി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്ത് പൊക്കോണ്ടിരിക്കുവാണ്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ക്ലൗഡ്സ് നെസ്റ്റ് ഹോം സ്റ്റേ ആണ്. നേരെ പോയി കാറ് പാർക്ക് ചെയ്തു. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. പിന്നെ പോയി ചെക്ക് ഇനൊക്കെ ചെയ്തു. ക്രിസ്മസ് ആയതുകൊണ്ട് ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ ഒക്കെ കയറി പോകുമ്പം എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട്. പുറത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കീയൊക്കെ മേടിച്ചിട്ട് റൂമിലോട്ട് പോയി. ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ റൂം. അങ്ങ് റൂമിലോട്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവന് ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം ഒരേ കണക്ക് കാറിൽ ഇത്രയും ദൂരം ഇരുന്ന് അവന് ഭയങ്കര ഇറിറ്റേഷൻസ് ആയിരുന്നു. അവൻ ഓടി നടക്കുവാണ് സന്തോഷത്തിൽ. ചേട്ടനും അവനും കൂടെ പിന്നെ പോയി ലഗേജൊക്കെ എടുത്തിട്ട് വന്നു. സ്വിച്ച് ഓഫ് ആയി. റൂമിൽ തന്നെ 2 ബോട്ടിൽ വെള്ളവും കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ വെള്ളം ചൂടാക്കി ഞങ്ങൾ കുടിച്ചു. അങ്കൂനും കൊടുത്തു. അവനും നല്ല ടയേർഡായിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും ദൂരത്തെ ട്രാവൽ കാരണം. പിന്നെ അങ്കൂനെ ഉറക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിസ്സ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. അടുത്ത ദിവസം ഊട്ടിയിൽ കുറച്ച് പ്ലേസസ് വിസിറ്റ് ചെയ്തായിരുന്നു. ആ വീഡിയോസ് അടുത്ത വ്ലോഗിൽ വരുന്നതാണ്. സോ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.